സാമൂഹ്യ ക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് KSKTU സബ് ട്രഷറിയിലേക്ക് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുക എന്ന ആവശ്യമുന്നയിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് KSKTU പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ട്രഷറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുറ്റിക്കാട് നിന്ന് ആരംഭിച്ച പ്രകടനം ചന്തപ്പടി ട്രഷറി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK കലിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. K ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു, P ഇന്ദിര, PT സുരേഷ്, KP വത്സല, ബിന്ദു സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. 10,000-കണക്കിന് വരുന്ന കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അത് വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഒരാശയം ഉദിച്ചു. ഒരു 6 മാസം പിന്നിടുമ്പോഴേക്കും ആ സംവിധാനം കേരളത്തിൽ നടപ്പാക്കി. 5 കൊല്ലക്കാലം അത് കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ വർഷവും 100 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് 1,100 രൂപയാണ് കൊടുക്കേണ്ടത്. 2020 നമുക്കറിയാം, ഈ നാടിനെ മുഴുവൻ പിടിച്ചുലുക്കിയ കോവിഡ് വന്നപ്പോൾ ഈ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? ഇനി എല്ലാ മാസവും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തെ ലോകത്തെ എല്ലാ ഗവൺമെന്റുകളും ജനങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യം പുറകോട്ട് പോകാൻ ന്യായം പറയുന്ന ഒരു കാലത്ത് അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞത് എല്ലാ മാസവും വീട്ടിലേക്ക് എത്തിക്കും. നാടും വീടും ലോകവും എല്ലാം അടച്ചിരിക്കുന്ന സമയത്തും ഇവിടുത്തെ സഹകരണ വകുപ്പിലെ ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് 1,100 1,300 ആക്കി. ഒന്നാം പിണറായി ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ 1,300 രൂപയാണ് കൊടുത്തത്. നമ്മൾ പറഞ്ഞു ഇതൊന്നും പോരാ, ഒരു 3,000 രൂപയെങ്കിലും ഒരു വീട്ടിലെത്തണം. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ 2 പേർ, ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, വയസ്സായവരാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ 6,000 രൂപ കിട്ടും. അതുകൊണ്ട് ആകെ മണിമാളിക പണിയാൻ പറ്റുമെന്നല്ല, പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഉറപ്പ് വരുത്തലാണ് കേരളത്തിൽ ഓരോ വീട്ടിലും ഉണ്ടാക്കേണ്ടത്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പെൻഷൻ കൊടുക്കുന്ന ആദ്യത്തെ 4 ദിവസക്കാലം നമ്മൾ അങ്ങാടി ഉണർന്നിരിക്കുന്നത് കാണാം. ഈ പണം ഇറങ്ങുകയാണ് ഇവിടെ. അതിന്റെ ഭാഗമായി ഇവിടുത്തെ ആളുകൾക്ക് ലാഭം കിട്ടുന്നു, അവരുടെ ജീവിതം മെച്ചപ്പെടുന്നു. ഇതിന്റെ പേരാണ് വെൽഫെയർ എക്കണോമിക്സ്, ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്. ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി അല്ലേണ്ടത്. നല്ല മുതലാളിമാർ ചെയ്യുന്ന പണിയാണിത്. അത് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഈ നാട് പോയത്. ആ നാട് പോയപ്പോഴാണ് കഴിഞ്ഞ ഗവൺമെന്റ് അവസാന സമയത്ത് ഈ 60 വയസ്സിന് താഴെയുള്ള കുറച്ച് വീട്ടമ്മമാരുണ്ട്. ചിലപ്പോൾ നല്ല പഠിച്ച വീട്ടമ്മമാര്. ആ വീട്ടമ്മമാര് പഠിപ്പൊക്കെ കുറഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയായിരിക്കും. ഒരു പൈസ ഉണ്ടാവില്ല. എല്ലാത്തിനും ഭർത്താവിനെ ആശ്രയിക്കണം, മക്കളെ ആശ്രയിക്കണം. അവർക്കൊരു 1,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. 1,000 രൂപ, അതായത് 30 വയസ്സിന് മേലെ 60 വയസ്സിന് കീഴെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അമ്മമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 3,000 രൂപ കൊടുത്തു കഴിഞ്ഞ ഗവൺമെന്റ്. ആദ്യം 2,000 കൊടുത്തു, പിന്നെ 1,000 രൂപ കൊടുത്തു. ഇതേ ആളുകളെ ഉപയോഗിച്ചിട്ടാണ് കൊടുത്തത്. 18 ലക്ഷം ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ കൂടും. പക്ഷെ ഇവര് വന്നപ്പോ എന്താ ചെയ്തത്? എല്ലാം മുടക്കാൻ ആദ്യം ന്യായം പറയും. ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടാ മുടക്കാം. ഞങ്ങൾക്ക് വയ്യെന്ന് പറയാറില്ല, കുറ്റം പറഞ്ഞ് മുടക്കണ പടിയാണ്. ഇപ്പൊ ഇയാളുടെ പേരെന്തോ പൂക്കി എന്നാ പറയാം. ഞാൻ കീ മാറ്റി പൂന്ന് മാത്രം വിളിക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.